ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം ചാനൽ. ഞാൻ ജ്യോതി സഞ്ജയ്. ഇന്ന് നമുക്ക് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് വരാം. അതിനായിട്ട് നമുക്ക് 1 കപ്പ് റവ വേണം, ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, സവാള, തേങ്ങ, വെള്ളം, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, ഉപ്പ് എന്നിവ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ റവയൊന്ന് വറുത്തെടുക്കാം. ഒരു നല്ല മണം വരുന്നിടം വരെ ഇതൊന്ന് വറുത്തെടുക്കാം. ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. അതവിടെ ഇരുന്ന് ഇങ്ങനെ തണുക്കട്ടെ. നമുക്ക് ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക, കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനിയും ഒരു സവാള, ഇതൊരു വലിയ സവാളയാണ്, അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉപ്പും ഇട്ട് ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. ഇത് ഒരു ചെറിയ ക്യാരറ്റാണ് എടുത്തത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കിനും 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനിയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് റവ എടുത്തപ്പോൾ നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം ഒഴിച്ചു കൊടുത്തു. ഉപ്പും നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്തിട്ട് വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ച് വരുമ്പോൾ ഈ റവ നമുക്ക് വറുത്ത് വെച്ചിരുന്ന റവ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. വെള്ളം എല്ലാ ഭാഗത്തും വരെ എത്തുന്നത് പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊരു 3 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.